ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ തുടക്കമാണിത്. അപ്പോൾ ഇത് ഗൗരിയാണ്. ഗൗരി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വലിയ സ്റ്റൈലിലൊക്കെ വന്ന ഓരോ ആക്ഷൻസൊക്കെ കാണിക്കുന്ന അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാ കുട്ടികളും പ്രാക്ടീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത്. പുൽക്കൂട് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് വെച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനായിട്ട് നമ്മൾ നേരിട്ട് തറയിലേക്ക് മണ്ണിടുകയല്ല, അടിയിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കാടും മേടുമൊക്കെ കടന്നു പോയി പുല്ലും പോച്ചയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് ചെറുതും വലുതുമായിട്ടുള്ള കൊച്ചു കൊച്ചു പുല്ലുകളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമ്മളിതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേഷൻ അല്ല, ആ ഒരു വഴിയൊക്കെ സെറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കുഞ്ഞു കുളം അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു പാത്രമാണ്. പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് ബ്ലൂ കളറിലെ കവർ വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് പായൽ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഒരു നാച്ചുറൽ ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗൗരി മിസ് അവിടെ ഇരുന്ന് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പായൽ കുറച്ച് മതിയായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് പായൽ മാത്രം പോരല്ലോ, കുറച്ച് മീനൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് തന്നെ നമ്മൾ വലിയ മീനല്ല, കുഞ്ഞു മീനൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു മീനൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു മീനാകുമ്പോഴത്തേക്ക് ആ മീനിന് സങ്കടമാവത്തില്ലേ, അതുകൊണ്ട് ഒരു മീനൊക്കെ കൂടെ പിടിച്ചുകൊണ്ടിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻപിടുത്തമായിരുന്നു നമ്മുടെ പിന്നീടുള്ള പരിപാടി. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് 2 മീനെ കിട്ടി. 2 മീനല്ല, ഒരു മീനും കൂടെ കിട്ടി. അപ്പോൾ ടോട്ടൽ 2 മീനായി. അങ്ങനെ 2 മീനും നല്ല അടിച്ചു പൊളിച്ച് അവിടെ ആ ക്രിസ്മസൊക്കെ ഒന്ന് ആഘോഷിക്കാനായിട്ട് ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ 2 മീനും കാണാതെ പോയി. എങ്ങനെയാണ് കാണാതെ പോയതെന്ന് വെച്ചാൽ ഒരു പിടുത്തമില്ല. 2 പേരും കണ്ടോ, പാവം 2 പേരും തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എങ്ങനെയോ മിസ്സായത്. കാക്ക ഒത്തിക്കൊണ്ട് പോയത് കുട്ടികളെടുത്തോ ഒന്നും അറിയത്തില്ല. നമ്മൾ ചെയ്തതൊരു മഹാപാപമായിരുന്നു എന്ന് പിന്നെ തോന്നി. പിന്നെ നമ്മൾ ക്ലാസ് റൂം ഡെക്കറേഷനിലേക്കൊക്കെ ഒന്ന് നോക്കി. ആദ്യം ഓഫീസിൻ്റെ മുൻപിലായിട്ട് മേരി ക്രിസ്മസ് എന്നിട്ടുള്ള ഒരു സംഭവം വെച്ചില്ലേ, അത് നമ്മുടെ ആൻറ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാ ക്ലാസ്സുകളിലും ഇതുപോലെ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കോമ്പറ്റീഷൻ ആയിരുന്നു. ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഒരു ക്ലാസ്സിന് സമ്മാനം ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ക്ലാസ്സിലെ കുട്ടികളും അവരുടേതായ രീതിയിൽ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടും അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ ചെയ്തും ഒക്കെ അവർ ക്ലാസ് റൂം നല്ല രീതിയിൽ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു മാർക്ക് ഇടാനായിട്ട്. അപ്പം എല്ലാവരും ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശമൊക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് അലങ്കരിച്ച് അവരുടെ ക്ലാസ് റൂം നല്ല മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് സമയം കിട്ടാതെ പോയി. കുറച്ചൊക്കെ അവർക്ക് മിസ്സായി. ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മിസ്സായിപ്പോയായിരുന്നു. അപ്പോൾ ഇതാണെന്ന് ഫസ്റ്റ് കിട്ടിയ ക്ലാസ്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ വന്ന വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. നമ്മുടെ ഉണ്ണീഷിൻ്റെ അടുത്ത് ആരായിരിക്കുന്ന സ്പൈഡർമാൻ. അത് പിന്നെ വലിയ കാര്യമായിട്ട് എടുത്തില്ല, അത് പിന്നെ പറയുകയൊന്നും ചെയ്തില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പുൽക്കൂടൊക്കെ ചില ക്ലാസ്സിൽ പുൽക്കൂടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ക്ലാസ് അല്ല, എൻ്റെ ക്ലാസ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അവർ ക്ലാസ് റൂം ഡെക്കറേഷൻ ചെയ്യുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കോമ്പറ്റീഷനായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇത് വെച്ചത് കൊണ്ട് അവർ നല്ല രീതിയിലൊക്കെ ഒന്ന് അലങ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കിട്ടിയൊരു കുഞ്ഞ് മുട്ടത്തോട് വെച്ചിട്ടുള്ളൊരു ക്രിസ്മസ് പാപ്പയാണ്. അപ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുല്ലൊക്കെ ഒന്ന് വാടിപ്പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ പുൽക്കൂടിൽ അണിനിരക്കേണ്ട എല്ലാവരെയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ സ്നോ ആയിട്ട് നമ്മൾ പാമ്പേഴ്സിലെ ജെല്ലുണ്ടല്ലോ, അത് ഒന്ന് വെള്ളമൊക്കെ നനച്ച് കുതിർത്തെടുത്തിട്ട് അതാണ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് കോട്ടനും. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ക്രിസ്മസ് ട്രീ ലൈറ്റൊക്കെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ആങ്കേഴ്സാണ്. ഒന്ന് ചെയർപേഴ്സണും ഒന്ന് വൈസ് ചെയർപേഴ്സണുമാണ്. അപ്പോൾ ഇവർ 2 പേരാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ
പ്രോഗ്രാം തുടങ്ങി. ആദ്യമായിട്ട് വെൽക്കം സ്പീച്ചിനായിട്ട് നമ്മുടെ സീനിയർ ടീച്ചറായിട്ടുള്ള അശ്വതി മിസ്സിനെ വെൽക്കം ചെയ്തു. അശ്വതി മിസ്സ് കുട്ടികൾക്കൊക്കെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെ കുട്ടികളെ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് പാപ്പ വന്നു. ക്രിസ്മസ് പാപ്പ വന്നപ്പോഴത്തേക്ക് കുട്ടികളെല്ലാവരും എഴുന്നേറ്റു. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ കളിയായി ബഹളമായി. അങ്ങനെ കുറച്ച് സമയം അവർ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഒക്കെ പ്രോഗ്രാംസ് ആയിരുന്നു, ഡാൻസ്, സോങ്, അങ്ങനെ Happy Christmas. Happy Christmas. Happy Christmas. അപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ചു. ഇത് ഹോം മെയ്ഡ് കേക്കാണ്. അപ്പോൾ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും തന്നെയാണ് കേക്ക് കട്ട് ചെയ്തത്. ആദ്യം അവർ തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. പിന്നെ ടീച്ചേഴ്സ് വന്ന് എല്ലാം കട്ട് ചെയ്ത് എല്ലാ കുട്ടികൾക്കും കൊടുത്തു. എക്സ്ചേഞ്ച് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ അവസാനിച്ചു. അത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.